അല്ലാഹുവിന് വേണ്ടി റബ്ബിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. റബ്ബിന് വേണ്ടി ഒരുപാട് വഞ്ചിക്കാരെ ഈ സദസ്സിലുണ്ടല്ലോ, ഒരുപാട് പെങ്ങന്മാര് സംഭാവന കൊടുത്തല്ലോ. ഇനി ആരെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ദുആയുടെ മുമ്പ് അൽഹംദുലില്ലാഹ് സംഘാടകരെ ഈ സദസ്സിൽ വന്നുകൊണ്ട് 100 രൂപയാവുന്നവർ 100 രൂപ, 1000 ആവുന്നവർ അങ്ങനെ 10000 രൂപ റബ്ബിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഓഫർ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി സ്നേഹത്തോടെ നിങ്ങൾ ഉപദേശിക്കുകയാണ്. കാരണം ഇതെന്തെങ്കിലും 1-2 ലക്ഷത്തിന്റെ പരിപാടിയാണെങ്കിൽ ഇത്ര നീട്ടിവെന്ന് പറയൂല. ലക്ഷക്കണക്കിന് രൂപ, 50ഉം 60ഉം ലക്ഷം രൂപ ഈ പച്ചപ്പാവം വഞ്ചിയുടെയും അതുപോലെ നാടൻ തൊഴിലന്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പച്ചപ്പാവം ആളുകളാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടോടി നടക്കുന്നത്. എവിടെന്നെങ്കിലും സ്ഥിരമായ വരുമാനമില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വരണമെന്നത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ, നമ്മുടെ ആഖിറത്തിന്റെ പ്രശ്നമാ, നമ്മുടെ വിജ്ഞാനത്തിന്റെ പ്രശ്നമാ, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രശ്നമാ. അതുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ തൊട്ടനുഗ്രഹിച്ച നാട്ടിൽ ഒരിക്കലും തന്നെ പരാജയപ്പെടില്ല. അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ അല്ലാ. മദീനയുടെ മണവാളനായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ വിജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, അല്ലാഹുവിന്റെ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മദ്രസയുടെ വൈത്താരകളിലേക്ക് കുഞ്ഞുമക്കൾ കടന്നു വരുമ്പോ 100 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിച്ച പ്രതിഫലമാണെന്ന് ലോകത്തിന്റെ നായകരെ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു സംഭവം പറയാണ്, മറ്റൊരു ഹദീസ് പറയാ. ഇൽമിന്റെ മജ്ലിസിൽ ഒരാൾ വന്നിരിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, പാതിരാത്രി 12:30 മണി സമയത്തും കോഴിക്കോട് കടപ്പുറത്തേക്ക് വന്ന പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നവരുടെ നന്മ എന്താ, അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ? 1000 റക്അത്ത് പാതിരാവിൽ അല്ലാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചവർ, അല്ലാഹുവിന് വേണ്ടി 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സിൽ പോയി ഇരുന്നവർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മാത്രമല്ല 1000 രോഗികളെ സന്ദർശിച്ച പ്രതിഫലമാണ്, 1000 രോഗികളെ സന്ദർശിച്ച പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. മാത്രമല്ല 1000 പച്ചപ്പാവം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലവും കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 10 മിനിറ്റ് അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ഇത് ഏതെങ്കിലും ബാലരമക്കാരൻ പറഞ്ഞതല്ല. വമാ യംതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. പാവപ്പെട്ട 1000 യതീമക്കൾക്ക്, പാവപ്പെട്ട മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലവും ഇൽമിന്റെ സദസ്സിൽ വന്നവർക്ക് കിട്ടുമെന്ന് ലോകത്തിന്റെ നായകരെ, മദീനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. വൃത്തികേടിന്റെ തോന്നിവാസത്തിന്റെ ആഭാസത്തിന്റെ ലോകത്തോടെ സഞ്ചരിക്കുമ്പോ, വൃത്തികേടിന്റെ ആഭാസത്തിന്റെ പിന്നാമ്പുറത്തുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് സൗദി അറേബ്യയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാ. സൗദി അറേബ്യൻ സർക്കാർ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ഒരു ദിവസം 100 കണക്കിന് 1000 വൃത്തികെട്ട സൈറ്റുകളാണ് ഈ സൈബർ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. 100 കണക്കിന് 1000 വൃത്തികെട്ട സൈറ്റുകൾ യുവാക്കളുടെയും യുവതികളുടെയും ശ്രദ്ധ മാറ്റാൻ ലോകത്ത് ആഭാസകരമായ സൈറ്റുകൾ പ്രത്യക്ഷപ്പെടുമ്പോ സുബ്ഹാന റബ്ബി, അതിലൊക്കെ പെട്ടുപോകാൻ സാധ്യതയുള്ളപ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പ ഉമ്മ ഈ സദസ്സിൽ വന്നുകൊണ്ട് പാതിരാവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ പോവാ. അല്ലാഹു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് നീ ഇൽമിന്റെ മനോഹരമായ വജസ്സുകൾ നീ കൊടുക്കണേ അല്ലാ, നന്മ നീ കൊടുക്കണേ അല്ലാ. കാസർഗോഡ് ജില്ലയിലെ ഒരു ദമ്പതിമാരുടെ സംഭവം കൂടി ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട ഭർത്താവിന് ക്യാൻസർ ആയിപ്പോയി. പ്രിയപ്പെട്ട ഭർത്താവിന് ക്യാൻസറാ. ആ പ്രിയപ്പെട്ട ക്യാൻസർ ബാധിച്ച പ്രിയപ്പെട്ട ഭർത്താവിനുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഒരുപാട് കാലം ചികിത്സിച്ചു, മാറിയില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയോ? എന്തെങ്കിലും കെട്ടുകഥ വിളിച്ചു പറയുകയല്ല, അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സിലേക്ക്
ആ പ്രിയപ്പെട്ട പെങ്ങൾ സാക്ഷി പറഞ്ഞ സംഭവമാണ്. ആ ഭർത്താവിന്റെ അസുഖം മാറാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട പെങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി എന്തോ ഒരു സംഭാവന നേർച്ചയാക്കി സുബ്ഹാനല്ലാഹ് തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറെടുത്തപ്പോ, RCCയിൽ ചികിത്സയ്ക്ക് വേണ്ടി ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് നാട്ടിലൊരു ഇൽമിന്റെ മജ്ലിസ് കടന്നു വരിക. ഇൽമിന്റെ മജ്ലിസിലേക്ക് ഒരു സംഭാവന ചെയ്തു. ക്യാൻസർ മൂത്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഓപ്പറേഷന് ചെന്നപ്പോ ഡോക്ടർമാര് പരിശോധിച്ചുകൊണ്ട് പറയുന്നു, പെങ്ങളെ അൽഹംദുലില്ലാഹ്, കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ മനസ്സിലകത്തേക്ക് പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ഉയരട്ടെ, നമ്മുടെ കൽബിലേക്ക് ആവേശത്തിന്റെ തിരുനാളം ഉയരട്ടെ, നമ്മുടെ കൽബിലേക്ക് ശുഭാപ്തി വിശ്വാസത്തിന്റെ മുകുളങ്ങൾ വിരിയട്ടെ. തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാര് പറയാണ്, മിറാക്കിൾ സംഭവിച്ചിരിക്കുകയാണ്, അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവിന് ക്യാൻസറിന്റെ ഒരു രോഗവുമില്ല, എല്ലാം പൂർണ്ണമായി മാറിപ്പോയിട്ടുണ്ടെന്ന്. ഒരു കാസർഗോട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിരുവനന്തപുരം RCCയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമൊക്കെ പോയി നോക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും അറിയാറ്. നമ്മളൊക്കെ എമ്പാടും ഭാഗ്യവാന്മാരാണ്. രണ്ട് കാലുമായി നടക്കാൻ പറ്റുന്ന, രണ്ട് കണ്ണുകൊണ്ട് ലോകത്തെ കാണാൻ പറ്റുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന നാഥനായ പടച്ച തമ്പുരാ, ഈ ദുനിയാവിന്റെ ഭൂമുഖത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് അവസരം തന്നത് അല്ലാഹു നമ്മളെ നോക്കുകയാണ്, റബ്ബ് പരീക്ഷിക്കുകയാ. അവനെങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് നീ ജീവിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ എമ്പാടും രോഗങ്ങളും സങ്കടങ്ങളും അല്ലാഹു തരും. അല്ലാഹുവേ, ഈ സദസ്സിൽ ആരൊക്കെയാണോ ക്യാൻസർ രോഗികളുള്ളത് എല്ലാവരുടെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. തിരുവനന്തപുരം ജില്ലയിലെ 14 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോൾ എന്റെ ഉസ്താദ് പറഞ്ഞു തന്ന സംഭവമാ. ഉസ്താദ് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ പഠിപ്പിച്ചതാ. ആ പൊന്നുമോളെ ക്യാൻസർ ബാധിച്ചുകൊണ്ട് തിരുവനന്തപുരം RCCയിലേക്ക് ചെന്നപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കണ്ടു ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. സുന്ദരിയായ പൊന്നുമോൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14-കാരിയായ പൊന്നുമോൾ, തല മുഴുവനും മുട്ടയടിച്ചു, തലയിലുള്ള മുടി മുഴുവനും കൊഴിഞ്ഞു പോയി. ക്യാൻസറിന്റെ റേഡിയേഷൻ കാരണം, കീമോതെറാപ്പി ചെയ്തത് കാരണം തലയിലുള്ള മുടി മുഴുവനും കൊഴിഞ്ഞു പോയിരിക്കുകയാ. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് 14 വയസ്സുള്ള പ്രിയപ്പെട്ട സൗന്ദര്യത്തിന്റെ മാതകത്തിടമ്പുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോള് തിരുവനന്തപുരം ജില്ലയിലെ RCCയിൽ സങ്കടം നീറുമ്പോ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഒരൊറ്റ മോളാണ്, ആ പൊന്നുമോളുടെ അസുഖം മാറാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ ആ നേരത്താണ് പ്രിയപ്പെട്ട പൊന്നുമോള് പറയുന്നു, ഉസ്താദേ, എനിക്ക് മരിച്ചു കിട്ടാറുണ്ട്, ദുആ ചെയ്യോ, ഒന്ന് മരിച്ചു പോകാൻ ദുആ ചെയ്യോ. പെങ്ങളെ, +2 പഠിക്കുന്ന, 8 പഠിക്കുന്ന, 10 പഠിക്കുന്ന പെങ്ങന്മാരുണ്ടോ? ചിന്തിക്കണം, നിങ്ങളുടെ തലയിൽ ഒരു ഒറ്റ രോമം പോലും ഇല്ലാതെ സങ്കടപ്പെടുന്ന അവസ്ഥയിൽ ഉസ്താദിനോട് കരഞ്ഞുകൊണ്ട് പറയാ, വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മരിച്ചു പോകാൻ ഒന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവേ, ആ പൊന്നുമോളുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ദീന ഞാൻ നേരിൽ കണ്ടില്ല, മുത്ത് ഹബീബിനകത്തെ നൂല് ഞാനായില്ല. ഖൈറുൽ വറാ ത്വഹ ഖൈറാം ഹബീബയാ, ഇവനൊന്നണയും ചാരെ തിരുനബിയേ, എൻ മാനസപ്പൂവേ, നോവെല്ലാം പാടിടാം, വേദന തീർത്തിടാം, കിനാവിലെങ്കിലും ഒന്ന് വരൂ തിങ്കളേ, എൻ മാനസപ്പൂവേ. അല്ലാഹുവേ, പരിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് റബ്ബേ, നിന്റെ ഹബീബിന്റെ മദ്ഹ് ഗീതങ്ങൾ പെയ്തിറങ്ങുന്ന, മനോഹരമായ ഇഷ്കിന്റെ പേമാരികൾ പെയ്തിറങ്ങുന്ന, മദീനയുടെ വസന്തം പെയ്തിറങ്ങുന്ന സദസ്സില് ആരൊക്കെയാണോ സംസം കൊണ്ടുപോകുന്നത് അവർക്ക് നന്മ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാളികാവിലൊരു ബാപ്പുഹാജിയുണ്ട്. കാളികാവിലൊരു ബാപ്പുഹാജി. ഇവിടെ 3-4 സെന്റിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ മനോഹരമായ പ്രോഗ്രാം വെച്ചത്. കാളികാവിലെ ബാപ്പുഹാജി എന്ന് പറയുന്ന കേരളത്തിന്റെ 4000-ലധികം വരുന്ന വാഫി പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട പിന്നോമനകളുടെ വാപ്പയായ ആ പ്രിയപ്പെട്ട ബാപ്പുഹാജി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തത് എത്ര എന്നറിയോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ബാപ്പുഹാജി അവരുകൾ 15 ഏക്കർ ഭൂമി, കോടാനുകോടി രൂപ, കോടിക്കണക്കിന് രൂപ വില വരുന്ന 15 ഏക്കർ ഭൂമി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാപനത്തിലാണ് കേരളത്തിന്റെ മനോഹര
മനോഹരമായ ഒരു സ്ഥാപനം കടന്നു വരിക. കഴിഞ്ഞ സെപ്റ്റംബർ 19-ാം തീയതിയാ മലപ്പുറം ജില്ലയിലെ കാളികാവില് മനോഹരമായ വാഫി PG ക്യാമ്പസ് കടന്നു വരുന്നത്. ഈ വിനീതൻ പഠിക്കുന്ന വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ നേരത്തെ നമ്മൾ പറഞ്ഞു പോയ മഹാനായ വലിയുള്ളാഹി KK ഹദ്റത്ത് തങ്ങളുടെ നാമധേയത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന് ഏറ്റവും വലിയ മനോഹരമായ തങ്കലിപികൾ ചാർത്തിക്കൊണ്ട് സമന്വയത്തിന്റെ അക്ഷരത്തിന്റെ വിപ്ലവം തീർത്ത വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയുടെ സ്ഥാപനത്തിന്റെ കീഴിൽ മനോഹരമായ PG ക്യാമ്പസ് വിജ്ഞാനത്തിന്റെ വിപ്ലവം തീർക്കുക. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വിജ്ഞാനത്തിന്റെ വിജയമാ. വിജ്ഞാനത്തിന്റെ ഗോതയിലേക്ക് ആലസ്യം വെടിഞ്ഞുകൊണ്ട് കർമ്മഗോതയിലേക്ക് കടന്നു വരുന്ന മഹത്വമാ. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ മധുപകരാൻ, വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവം തീർക്കുക മലപ്പുറം ജില്ലയിൽ കാളികാവിൽ വന്ന സെപ്റ്റംബർ 19-ാം തീയതി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഓത്ത് തുടങ്ങി കൊടുത്ത വാഫി PG ക്യാമ്പസിന് വേണ്ടി ഒരു വൃദ്ധനായ മനുഷ്യൻ കൊടുത്തത് 15 ഏക്കർ ഭൂമിയാ. പട്ടിക്കാട് ജാമിയാനൂരിയക്ക് ദാറുൽ ഹുദ ഇസ്ലാമി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ബാപ്പു ഹാജിമാര് കൊടുത്തുപോയെങ്കിൽ അള്ളാന്റെ കോടതിയിൽ രാജകുമാരനെ പോലെ അവർക്ക് സ്ഥാനം കിട്ടാ. ഏറ്റവും വലിയ സംഭാവനയാണ് അവർ കൊടുത്തിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട കോഴിക്കോട് കടപ്പുറത്തേക്ക്, കോഴിക്കോട് തോപ്പയിൽ കടപ്പുറത്തേക്ക് പ്രതീക്ഷയോടെ പാതിരാത്രി 12:30 മണിക്ക് ഒഴിച്ചു പോകാതെ കടന്നു വന്ന മുസ്ലിമേ, അള്ളാഹു തന്ന ഭാഗ്യമാണ്. ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ തന്നു, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്തവരുണ്ട്. 1 ലക്ഷം രൂപ, 25,000 രൂപ, ഒരുപാട് സ്വർണ്ണമോചനം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരിക്കലും തന്നെ നശിപ്പിച്ചു പോകില്ല. ഒരിക്കലും തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തീർന്നു പോകൂല. ദുനിയാവിന് വേണ്ടി അലമാരക്കകത്ത് വെച്ച, ദുനിയാവിന് വേണ്ടി ചെലവഴിച്ച ഇവിടെ നഷ്ടപ്പിച്ചു പോകുമ്പോഴേ അള്ളാന്റെ കോടതിയിലേക്ക് നമുക്ക് ബാക്കി വെക്കാനില്ല. കാളികാജിൽ വാപ്പുഹാജി ബാക്കി വെച്ചെങ്കിൽ അവിടെ സ്ഥാപനത്തിൽ എത്ര പേരാണ് ഇൽമു പഠിക്കുന്നത്? 100ഓളം പേര് ഇൽമു പഠിക്കുകയാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ നിന്ന് വാഫി ബിരുദം കരഗതമാക്കാൻ വേണ്ടി കടന്നു വരുന്നത്. അല്ലാഹുവേ, വിജ്ഞാനത്തിന്റെ സമുച്ചയത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മഹാനായ ശംസുലമാരെ ചാരത്ത് വെച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തിന്റെ വിരിമാറിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. വളാഞ്ചേരി തർബിയത്തുൽ ഇസ്ലാമിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥർ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി, വിജ്ഞാനത്തിന്റെ വിജയത്തിന് വേണ്ടി, മുസ്ലിമീങ്ങളുടെ പ്രതാപത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് സ്വപ്നം കണ്ടു ഈ ഉമ്മത്തിന് വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട ഗുരുനാഥന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ.